ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ദേശീയോത്സവമായിട്ടുള്ള ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള അത്തം വരവായി. തൃപ്പൂണിത്തുറയിലെ അത്താഘോഷത്തോടു കൂടിയാണല്ലോ നമ്മുടെ ഓണത്തിന് തുടക്കമിടുന്നത്. തൃപ്പൂണിത്തുറക്കാരായിട്ടുള്ള ആളുകൾ ഓൾമോസ്റ്റ് ഇന്നലെ അത്തച്ചമയം കണ്ടിരിക്കും. എന്നാലും നമ്മുടെ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾ അത്താഘോഷം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇന്ന് തന്നെ ഈ വീഡിയോ റെഡിയാക്കി ഇടുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ അത്താഘോഷം ഒന്ന് കാണണം. കൊച്ചിരാജാവിൻ്റെ ഭരണകാലത്ത് തൃക്കാക്കരപ്പനെയും കാണാൻ പോകുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അത്താഘോഷം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ ഇത് തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. എന്നിട്ട് അത് തൃപ്പൂണിത്തുറ മൊത്തം ചുറ്റി കറങ്ങി വീണ്ടും ബോയ്സ് ഹൈസ്കൂളിലേക്ക് വന്നുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. ഇത് കാണുന്നതിലേക്കായി തൃപ്പൂണിത്തുറയുടെ രാജവീഥികൾ ഇരുവശവും ജനനിബിഡമായിരുന്നു. എന്നാലും നമുക്ക് എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്നലെ മഴ മാറി നിന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആളുകൾക്കിത് കാണാൻ സാധിച്ചു. ഓണം നമ്മുടെ ഒരു ഒരുമയുടെ ഉത്സവമാണല്ലോ. ആ ഒരുമ വിളിച്ചോതുന്ന ഒരു സന്ദേശമായിരുന്നു നമ്മുടെ ഈ പ്രൊസഷനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ നടക്കട്ടെ, അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കേരളമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതിനോടനുബന്ധികമായിട്ട് അവിടെ പൂക്കള മത്സരവും ഒരുക്കാറുണ്ട്. കൂടാതെ മറ്റ് രീതിയിലുള്ള പ്രോഗ്രാംസും ഈവനിങ്ങിൽ എല്ലാ ദിവസങ്ങളിലും ഇനി ഉണ്ടാവുകയും ചെയ്യും. ഈ പ്രാവശ്യത്തെ അത്താഘോഷത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ടാബ്ലോസ് എല്ലാം വളരെ കുറവായിരുന്നു. അതും കൂടി കുറച്ചുകൂടി ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ വളരെ മനോഹരമായ ഒരു അത്താഘോഷമായി ഇത് മാറിയേനെ.
മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. എല്ലാവർക്കും ഓണാശംസകൾ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാവുന്നതാണ്.